ഇപ്പോൾ രാജ്യത്തെ നടുക്കി ജമ്മു കശ്മീരിലെ ഭീകരാക്രമണ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വരുന്നു. 27 പേർ കൊല്ലപ്പെട്ടു ഭീകരാക്രമണത്തിൽ എന്ന തരത്തിൽ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ ഈ വിവരം നൽകുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ശ്രീനഗറിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഉന്മേഷ്, വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ, ഹീനമായ, ക്രൂരമായ ആക്രമണം ഉണ്ടായത്. ഒരു സംഘം ഭീകരർ ഈ ബൈസൺ എന്ന് പറയുന്ന സ്ഥലത്തെ, ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റ് സീസണാണ് ജമ്മു കാശ്മീരിൽ. വേനലായതുകൊണ്ട് തന്നെ, രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വേനലായതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ധാരാളമായി ഈ സ്ഥലത്തേക്ക്, പഹൽഗാമിലേക്ക് എത്തും. അവിടെ വളരെ സുതാര്യമായ തടാകങ്ങൾ, അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ സ്ഥലത്തെ പ്രകൃതി ഭംഗിയാണ്. അതായത് വിശാലമായ പുൽത്തകിടിയാണ് ഈ സ്ഥലത്തുള്ളത്. പൈൻമരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ഈ സ്ഥലത്താണ്, ബൈസ്വാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്രൂരമായ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഭീകരർ ബൈസ്വാനിലെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് തുരുതുരാ വെടി ഉതിർക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സ്ഥലത്തേക്ക് കാൽനടയായോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ മാത്രമേ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നിട്ടുള്ളത്.